ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളൊരു വിഷുക്കണി ഒരുക്കുന്നതിനെ കുറിച്ചാണ്. അപ്പോൾ നാളെ വിഷുവാണ്. അപ്പോൾ ഇന്ന് നമ്മൾ നേരെ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ലേറ്റ് ആയിട്ടാണ് നമ്മൾ വിഷുക്കണി ഒരുക്കാറ്, രാത്രിയിലാണ്. അപ്പോൾ രാത്രിയിൽ നമ്മൾ വിഷുക്കണി ഒരുക്കാനുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി അതങ്ങനെ വിഷുക്കണി ആയിട്ട് നമ്മളെങ്ങനെ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ നമ്മളെ വീഡിയോയിലേക്ക് പോകാം. ആദ്യം നമുക്ക് കണി ഒരുക്കുമ്പോൾ, വിഷുക്കണി ഒരുക്കുമ്പോൾ ആദ്യം വെക്കേണ്ടത് നമ്മൾ ശ്രീകൃഷ്ണ വിഗ്രഹമാണ്. അപ്പോൾ അത് വെറും നിലത്ത് വെക്കരുത് എന്നാണ് പറയുന്നത്. നമ്മൾ താലത്തിലോ അല്ലെങ്കിൽ മരത്തിൻ്റെ ഒരു പീഠത്തിലോ നമ്മൾ പ്ലേറ്റിലോ എന്തെങ്കിലും വേണമെങ്കിൽ വെക്കുക. അപ്പം നിലത്ത് വെക്കരുത് എന്നാണ്. അപ്പോൾ നമ്മൾ അതിലേക്ക് ആദ്യം അത് വെച്ച് കൊടുക്കുക കേട്ടോ. ഒരു വിഗ്രഹം നമ്മളൊരു സ്ഥലത്ത് സെറ്റ് ചെയ്തിട്ട് വെക്കാം. പിന്നെ അതിന് മുന്നിലായിട്ട് നമ്മളൊരു ഓട്ടുരുളി വെക്കാം. ഇനി ഓട്ടുരുളിയിലായിട്ട് നമ്മൾ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത്, നമ്മൾ അരിയും നെല്ലും പിന്നെ നമ്മൾ ഫ്രൂട്ട്സും ഒക്കെ ഇതിലാണ് വെക്കേണ്ടത്. അപ്പോൾ നമുക്കത് അടുത്തത് അത് ചെയ്യാം. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ഇതിലേക്ക് നമ്മളെ ഓട്ടുരുളിയാട്ടോ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത്. അതിലേക്ക് നല്ല ഉണങ്ങല്ലരിയാട്ടോ ഉപയോഗിക്കുന്നത്. അപ്പോൾ കുറച്ച് ഉണങ്ങല്ലരി നമ്മളതിലേക്ക് ഇട്ട് വെച്ചേക്കാം, ചേർത്ത് കൊടുക്കാം. അരി വെച്ച് കൊടുക്കാം. ഇനി നമ്മൾ വെച്ച് കൊടുക്കുന്നത് നമ്മളെ കണിക്കൊന്ന കേട്ടോ, കൊന്നപ്പൂവാണ്. അപ്പോൾ ഇത് കുറച്ചെടുത്തിട്ട് നമ്മൾ അടിയിൽ ആദ്യം തുടങ്ങുമ്പോൾ തന്നെ നമ്മളത് ചെയ്യണം എന്നാണ് പറയുന്നത്. പിന്നെ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പുറത്ത് കുറച്ച് കൂടുതൽ വെക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഓട്ടുരുള്ളിയിൽ നമ്മൾ കണിക്കൊന്ന വെക്കുക കേട്ടോ. ഇനി നമുക്ക് വെക്കാനുള്ളത് നാളികേരം കേട്ടോ. നമ്മൾ നാളികേരം ഗണപതിക്ക് വെക്കുക എന്നാണ് പറയുക. ഗണപതിക്ക് വേണ്ടിയിട്ടാണ് ഇത് വെക്കുന്നത്. അപ്പോൾ നമ്മൾ നാളികേരം വെച്ചു. ഇനി നമ്മൾ കണിവെള്ളരി ഇട്ടോ. വെള്ളരി വിഷുക്കണിയിൽ പ്രധാനമുള്ളൊരു കാര്യമാണ് വെള്ളരി. അപ്പോൾ നമ്മളിത് കണിവെള്ളരി ഇവിടെ വെച്ച് കൊടുക്കുകയാണ്. പിന്നെ നമ്മളൊരു ചക്ക വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ചക്ക വെച്ച് കഴിഞ്ഞു. ചക്കയൊക്കെ നമ്മളെ വീട്ടിൽ നിന്ന് പറിച്ച് തന്നെ കേട്ടോ, നമ്മളെ വീട്ടിൽ പറമ്പിലുള്ളത് തന്നെയാണ്. പിന്നെ നമുക്കിതാ മാങ്ങ ഉണ്ട്, നമ്മളെ വീട്ടിൽ നിന്ന് പറിച്ച മാങ്ങ കേട്ടോ. ഇതിലെല്ലാം പഴുത്ത മാങ്ങയുണ്ട്. പിന്നെ നമ്മളൊരു കളറിന് വേണ്ടിയിട്ട് പുറത്തുനിന്നൊരു മാങ്ങയും കൂടി വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതും കൂടി മാങ്ങയും കൂടി വെച്ച് കൊടുക്കാം. അപ്പോൾ മാങ്ങ വെച്ച് കൊടുക്കുന്നത് നമ്മൾ മുരുകന് വേണ്ടിയിട്ടാണെന്നാണ് പറയുന്നത്. അപ്പോൾ മുരുകന് വേണ്ടിയിട്ടാണ് നമ്മൾ മാമ്പഴം കണിയിൽ ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ ഇനി നമുക്ക് ചേർക്കാനുള്ളത് പഴം കേട്ടോ. അതായത് ഉണ്ണിക്കണ്ണന് ഇഷ്ടപ്പെട്ട ഇതാണ് പഴം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിനി പഴമാണ് ചേർക്കാനുള്ളത്. കദളിപ്പഴമാണ് ഏറ്റവും ഉത്തമം. നമുക്ക് കദളിപ്പഴം കിട്ടിയില്ല, അപ്പോൾ നമ്മളിതാണ് വാങ്ങിയത്. അപ്പോൾ ഇനി നമുക്ക് പഴം വെച്ച് കൊടുക്കാം. കൃഷ്ണന് ഭഗവാന് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യമാണ് പഴം. അപ്പോൾ നമുക്ക് പഴം വെച്ച് കൊടുക്കാം. ഇനി കുറച്ച് ഫ്രൂട്ട്സ് കൂടി നമുക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾക്ക് ഒരു പൈനാപ്പിൾ വെച്ച് കൊടുക്കാം. പിന്നെ മുന്തിരി ഉണ്ട് കേട്ടോ, മുന്തിരി കൊലയോട് കൂടിയതാണ്. പിന്നെ ഒരു മധുര നാരങ്ങ, പിന്നെ ഒരു ലെമൺ കേട്ടോ, ചെറുനാരങ്ങ, പിന്നെ ഒരു ആപ്പിൾ. ഇതാട്ടോ നമ്മൾ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഫ്രൂട്ട്സൊക്കെ വെച്ച് കഴിഞ്ഞിട്ടോ. അപ്പോൾ ഇനി നമുക്ക് വെജിറ്റബിൾസിന് എന്തെങ്കിലും വെക്കേണ്ട. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഒരു തക്കാളിയും കൂടി വെച്ച് കൊടുക്കുക കേട്ടോ. വെജിറ്റബിളിൻ്റെ ഭാഗത്തുനിന്ന് നമ്മളൊരു തക്കാളിയാണ് വെച്ചത്. നമ്മളെ വീട്ടിൽ എന്താണുള്ളത് അതൊക്കെ നമുക്ക് വെക്കാം. ഇനി നമുക്കൊരു ഭഗവാന് ഏറ്റവും ഇഷ്ടപ്പെട്ട കളറാട്ടോ മഞ്ഞ എന്ന് പറയും, മഞ്ഞപ്പട്ട് ഉടുക്കുക എന്ന് പറയും. അപ്പോൾ നമുക്കൊരു മഞ്ഞപ്പട്ടും കൂടി ഇവിടെ ഒരു ഇത് വെച്ച് കൊടുക്കാം. മഞ്ഞ പട്ട് വെച്ചിട്ടുണ്ട്. ഇനി പട്ടിൽ കുറച്ച് നമുക്കൊരു എന്താ പറയുക, ഭഗവാന് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യമാണ് മഞ്ചാടി. അപ്പോൾ കുറച്ച് മഞ്ചാടിക്കുരും കൂടി മഞ്ചാടിക്കുരു പിന്നെ മയിൽപ്പീലിയും കൂടി നമുക്ക് അതിൽ വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ മഞ്ഞപ്പട്ടിലിട്ടോ, നമ്മൾ മഞ്ഞപ്പട്ടിൽ 2 മയിൽപ്പീലിയും കൂടി നമ്മൾ വെച്ച് കൊടുക്കുകയാണ്. മയിൽപ്പീലി മഞ്ചാടിയൊക്കെ എന്താ കൃഷ്ണന് ഭയങ്കര ഇഷ്ടമുള്ള കാര്യങ്ങളാണ്. അപ്പോൾ നമ്മളൊരു മഞ്ചാടിയും കൂടി വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. മഞ്ഞപ്പട്ടിലാട്ടോ നമ്മൾ വെക്കുന്നത്. പിന്നെ നമുക്ക് മഞ്ചാടി ഒരുപാട് കിട്ടിയിട്ടുണ്ട്. കുന്നിക്കുരു 2 കിട്ടിയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. കുന്നിക്കുരു മഞ്ചാടിയൊക്കെ ഭഗവാൻ ഇഷ്ടപ്പെട്ട കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ അതിലേക്കും കൂടി ചേർത്ത് കൊടുക്കണം. അതുകൂടെ ഇനി നമുക്ക് കണ്ണാടിയും കൂടി കേട്ടോ. ഇനി കണിയിൽ നമുക്ക് വെക്കാനുള്ളത് കണ്ണാടി കൂടിയാണ്. ഒരു പാൽ കണ്ണാടിയും കൂടി നമുക്ക് ഇതിൽ വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് അടുത്തത് ചെല്ലുള്ള നെല്ലാട്ടോ. അപ്പം നമ്മുടെ കയ്യിലുള്ള നെല്ല് നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്, നമ്മളെ പറയിലാട്ടോ നിറച്ച് കൊടുക്കുന്ന നെല്ല്. അങ്ങനെ നമ്മളിത് നിറപറയും കൂടി റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളൊരു കോടി കേട്ടോ, ഒരു കോടി വസ്ത്രം വെക്കുക എന്നുള്ളതാണ്. ഒരു കോടി മുണ്ട് വെച്ചിട്ടുണ്ട്. അതിലൊരു വെറ്റിൽ അടക്കം വെച്ച് കൊടുത്തിട്ട് കേട്ടോ. പിന്നെ ഇതിൽ തന്നെയാണ് കുറച്ച് നാണയങ്ങളും
നമ്മൾ രൂപ വയ്ക്കുന്നത് ഇതിലാട്ടോ. ഇങ്ങനെ നമ്മൾ വെറ്റിൽ അടയ്ക്കും നാണയങ്ങളും രൂപയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ കോടിമുണ്ടിൻ്റെ ഇതിലേക്ക് വെക്കാനുള്ളത് ഇനി സ്വർണ്ണവും വെള്ളിയൊക്കെയാണ് കേട്ടോ. ഈ നമുക്ക് വെക്കാനുള്ളത് നവധാന്യങ്ങൾ കേട്ടോ. അത് നവധാന്യങ്ങളെല്ലാം കൂടി മിക്സ് ചെയ്തതാണ്. ഈ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് വേറെ വേറെ പാത്രത്തിൽ വെക്കാൻ പറ്റിയാൽ അങ്ങനെയും കുഴപ്പമില്ല. ഇത് നമ്മൾ നവധാന്യങ്ങളെല്ലാം കൂടി ഒരു മിക്സാണ്. അപ്പോൾ ഇതും കൂടി നമുക്ക് ഇവിടെ വെച്ച് കൊടുക്കാം. ഇനി അടുത്തത് നമുക്കൊരു മധുരം വെക്കാനുണ്ട് കേട്ടോ. ഉണ്ണിയപ്പമാണ്. ഭഗവാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യമാണ് ഉണ്ണിയപ്പം എന്ന് പറഞ്ഞത്. അപ്പോൾ നമുക്കതും കൂടി ഒന്ന് വെച്ച് കൊടുക്കാം. പിന്നെ നമുക്ക് വെക്കാനുള്ളത് നമ്മൾ നിലവിളക്കാട്ടോ. നിലവിളക്ക് നമുക്ക് ഇവിടെ സെറ്റ് ചെയ്യാം. നമ്മളിതിൽ എണ്ണ ഒന്നും ഒഴിച്ചിട്ടില്ല. ഇനി എണ്ണ ഒഴിച്ച് അതിൽ തിരി വെക്കാനുണ്ട്. അപ്പോൾ നമുക്ക് നിലവിളക്ക് ഇവിടെ വെച്ച് കൊടുക്കാം. പിന്നെ നമ്മളിതാ ഒരു കിണ്ടിയിൽ വെള്ളം ആക്കിയിട്ടോ. അന്നേരം വെള്ളം എടുത്തിട്ടുണ്ട്. ആ വെള്ളം കൂടി ഇവിടെ വെച്ച് കൊടുക്കാം. കിണ്ടി വെള്ളവും ഇവിടെ വെച്ച് കൊടുക്കാം. ഇനി വിളക്കിൽ നമുക്ക് എണ്ണ ഒഴിച്ച് തിരിയിടാനുണ്ട്. പിന്നെ നമ്മളൊരു വേറെ ഒരു കുഞ്ഞു വിളക്കും കൂടി ഉണ്ട്. അപ്പോൾ അതും കൂടി നമുക്ക് ഇവിടെ വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് അലങ്കാരപ്പണികളൊക്കെ ആയിട്ടുള്ളത്. അപ്പോൾ നമുക്കിതിന് വേണ്ടിയിട്ട് നമ്മളെ കയ്യിൽ മുല്ലപ്പൂ കോർത്തിട്ടുള്ളതുണ്ട്. അപ്പോൾ നമുക്ക് മുല്ലപ്പൂമാല ഒന്ന് കെട്ടിക്കൊടുക്കാം. ഇത് നമ്മളെ കണി കാണുന്ന സമയത്ത് നല്ല മണമൊക്കെ ഉണ്ടാവും കേട്ടോ മുല്ലപ്പൂമാല. ഇനി നമുക്ക് ഒരു സിന്ദൂര ചെപ്പാട്ടത്. ഇതിൽ സിന്ദൂരും പിന്നെ കുറച്ച് കൺമഷിയും കൂടി വെച്ച് കൊടുക്കാം കേട്ടോ. കൺമഷിയും സിന്ദൂരം. അപ്പോൾ ആ സിന്ദൂരം ചെപ്പിലാക്കിയിട്ടാണ് നമ്മൾ വെച്ചത്. കൺമഷി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വിളക്കിൽ തിരി ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി എണ്ണയും കൂടി ഒഴിക്കണം. അപ്പോൾ നമ്മൾ എണ്ണ ഒഴിച്ച് തിരി വെച്ച് റെഡി ആയിട്ട് വെക്കണം. രാവിലെ എണീറ്റിട്ട് കത്തിക്കാൻ മാത്രമേ നമുക്ക് ഉണ്ടാകാൻ പാടുള്ളൂ. ഇപ്പോൾ തീപ്പെട്ടി ലൈറ്ററൊക്കെ നമ്മൾ അടുത്ത് തന്നെ വെക്കണം. എണ്ണയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചന്ദനത്തിരി ഉണ്ട് കേട്ടോ. ചന്ദനത്തിരി നമുക്ക് ഈ പഴത്തിൽ കുത്തി വയ്ക്കാം. അപ്പോൾ രാവിലെ നമ്മൾ വിളക്ക് തെളിയിക്കുന്ന സമയത്ത് നമുക്ക് ചന്ദനത്തിരി കൂടി കത്തിക്കാം. ഇനി നമുക്ക് ബാക്കി വരുന്ന കൊന്നപ്പൂവൊക്കെ ഉണ്ടല്ലോ. കൊന്നപ്പൂവൊക്കെ വെച്ചിട്ട് നമുക്കൊന്നും കൂടി ഒന്ന് അലങ്കരിച്ചെടുക്കാം. കൊന്നപ്പൂ നമ്മൾ വെറ്റിലയിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ വിഷു കണി നമ്മൾ ഒരുക്കി കഴിഞ്ഞു. ഇനി നമുക്ക് നാളെ രാവിലെ നേരത്തെ എണീറ്റിട്ട് കണി കാണണം. അപ്പോൾ ഒരു 4 മണി 3:30 3:45 ആകുമ്പോഴാണ് സ്റ്റാർട്ടിങ് എന്ന് തോന്നുന്നു. അപ്പോൾ ഒരു 4:30 ആകുമ്പോൾ നമുക്ക് എണീറ്റിട്ട് നമുക്ക് കണി കാണണം. അപ്പോൾ നമ്മളെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഉറങ്ങാൻ വേണ്ടി പോവുകയാണ്. അങ്ങനെ ഇന്ന് വിഷുദിനമാണ്. പുലർച്ചെ 4:30 എണീറ്റിട്ട് നമ്മൾ കണി കണ്ടു. നമ്മൾ കണ്ടതിന് ശേഷം നമ്മുടെ കുട്ടികളെ ഹസ്ബൻഡിനെ എല്ലാവരെയും നമ്മൾ കാണിച്ചു. അപ്പോൾ എല്ലാവരും കണി കാണിച്ചിരിക്കുകയാണ് കേട്ടോ. പുലർച്ചെയാണ് സമയം. അങ്ങനെ നമ്മുടെ ഇന്നത്തെ വിഷുക്കണി ഇവിടെ അവസാനിക്കുകയാണ്. നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ എല്ലാവർക്കും ബായ്.